ഹലോ, ഇന്നില്ലേ നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കോഴിക്കോട് അമ്മ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫിഷ് ഫ്രൈ കഴിക്കില്ലേ? അമ്മ ഹോട്ടലിൽ പോയി ചോറ് കഴിക്കുന്നത് തന്നെ അവിടുത്തെ ഫിഷ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 90% എങ്കിലും അതുപോലെ എങ്ങനെ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ നോക്കാം വീട്ടിൽ. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എന്ന് പറയില്ലേ, കൊച്ചുള്ളി. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 6 വെളുത്തുള്ളിയും, ഒരു ചെറിയ കൈപ്പിടി കറിവേപ്പിലയും, ഒരു 8 സ്ലൈസ് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മളെ വിനാഗിരി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ചെറിയൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മൂന്നും അരിച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഈ ചെറിയുള്ളിയും നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇതിനി അരച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി മിക്സാക്കി പൊടിച്ചെടുത്തതാണ്. അത് 2 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ നിറയെ പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പൊടിയും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ 2 മൂടി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് പേസ്റ്റായിട്ട് നല്ലോണം ഒന്ന് അരിഞ്ഞ് കിട്ടട്ടെ. ഞാൻ ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലോണം മിക്സിയുടെ ജാറിൽ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാല ഫിഷിലേക്ക് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫിഷിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ മൊത്തത്തിൽ നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫിഷിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിതൊന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. മസാലയൊക്കെ ഒന്ന് നല്ലോണം മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതല്ല അപ്പം തന്നെ പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതൊരു അരമുക്കാൽ മണിക്കൂർ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ ഞാനിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മുങ്ങിപ്പൊരിഞ്ഞിട്ടല്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. കാരണം ഇതിൻ്റെ മസാല ഇനി ആവശ്യമുള്ളതാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫിഷ് ഓരോന്നായിട്ട് ഇതിൽ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനതിലൊരു 6 പീസത്തോളം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗം കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഞാനൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ വേറൊരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അത് ഞാനിത് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫ്രൈ ചെയ്ത ഫിഷ് നമുക്ക് എന്താക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചെടുക്കണം. ഫിഷൊക്കെ മാറ്റിയതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ആക്കി പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ,
അതിൻ്റെ ബാലൻസ് ഉള്ള മസാല ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നവരെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെറിയ തീയിൽ വേണം. അതെല്ലാന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഫിഷ് ഫ്രൈൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് തന്നെ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ മസാല ഈ പേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നല്ലോണം ചെറിയ തീയിലിട്ട് വഴറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലോണം പച്ചശൊക്കെ മാറി നല്ലൊരു പരുവത്തിലാക്കി ഇട്ടു. ഇനിയിപ്പോൾ എന്താക്കുക, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഫിഷ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് മൊത്തത്തിൽ ഈ മസാലയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പതുക്കെ വേണം കേട്ടോ മസാലയിൽ മിക്സാക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മീൻ മൊത്തത്തിൽ ഉടഞ്ഞു പോകും. അപ്പോൾ ഓരോന്നായിട്ട് മാറ്റിയിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് ഈ മസാല ഇതിലേക്ക് മുകളിലേക്ക് നിരത്തി കൊടുക്കണം. ഈ മസാല വരുമ്പോഴാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ഫിഷ് ഫ്രൈൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മസാല ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഫിഷ് പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പുരട്ടിയിട്ട് ചെയ്ത് നോക്കേണ്ടി, എന്തായാലും ഇഷ്ടപ്പെടും.